ഇവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളോ വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമാകുന്നില്ല. ഈ പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും നീളുന്നൊരു സാഹചര്യം തന്നെയാണ്. കുറച്ച് സമയം 1 മണിക്കൂർ മുൻപാണ് ഇപ്പോൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ കൂടെ സ്ഥലത്തെത്തിയത്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മോട്ടോർ വാഹന വകുപ്പും കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു അന്വേഷണവും അതുപോലെ തന്നെ പരിശോധനയും തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പാണ് മോട്ടോർ വാഹന വകുപ്പും ഇവിടെ എത്തിയത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവർക്കും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് പരിശോധനയ്ക്കായി വന്നു എന്നുള്ളത് മാത്രമാണ് ഉദ്യോഗസ്ഥരും നമ്മളോട് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പരിശോധന ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഈ ഒരു പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു അന്വേഷണം നേരത്തെ തന്നെ തുടരുന്നതാണ്. ഈ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നത്. ഇവിടെ നിന്നും കാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ദുൽഖറിന്റെ ഒരു കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ തുടർന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്നുള്ള നടപടികൾ എന്ത് തന്നെയാണെന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല. എന്ത് തന്നെയായാലും കാർ പിടിച്ചെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നികുതി വെട്ടിച്ചാണോ ഈ ഭൂട്ടാനിൽ നിന്നും ഈ ഒരു വാഹനം കടത്തിയത് എന്നുള്ളതടക്കമുള്ള പരിശോധനകളാണ് നീണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നികുതി വെട്ടിവെച്ചുകൊണ്ട് ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുന്നതിലെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം നേരത്തെ തന്നെ തുടർന്നത്. ഈ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിനിമ നടന്മാരുടെ അടക്കം വീടുകളിൽ ഈ ഒരു പരിശോധന തുടരുന്നത്. ഇപ്പോൾ ദുൽഖറിന്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നടനായ അനിൽ ചക്കാൽക്കലിന്റെ വീട്ടിൽ നിന്നും അമിത് ചക്കാൽക്കലിന്റെ വീട്ടിൽ നിന്നുമാണ് വാഹനങ്ങൾ കണ്ടെത്തിയതെന്നും അതിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് എന്ത് തന്നെയായാലും വാഹനം പിടിച്ചെടുക്കുകയും അതിന്റെ രേഖകൾ പരിശോധിച്ച ഇത് നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും അതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കൊണ്ടുപോവുക. ഇതിന്റെ ഭൂട്ടാനിൽ നിന്നും നിരവധി വാഹനങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലേക്ക് അടക്കം എത്തുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരും അടക്കം ഈ ഒരു വാഹനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് ലഭിക്കുന്ന സൂചനകളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച പരിശോധനയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും ഈ ഒരു പരിശോധനാ സമയം നീളും എന്നുള്ളത് തന്നെയാണ്. ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ പരിശോധന തുടരുകയാണ്. നേരത്തെ കോഴിക്കോട്ടെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിലും പരിശോധന നടന്നിരുന്നു. MK ഷുക്കൂർ ചേരുന്നു മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്ന്. ഷുക്കൂർ, എന്തായി അവിടെ പരിശോധന? അജിംസ്, മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെയും ഒപ്പം ഇളംകുളത്തെയും വീടുകളിൽ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ നൽകാനുള്ളത് കസ്റ്റംസുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ ഏറ്റവും പുതിയ വിവരങ്ങൾ. 1 വർഷം മുമ്പ് കോയമ്പത്തൂരിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 10 വണ്ടികൾ കണ്ടെത്തിയിരുന്നു. ഈ 10 വാഹനങ്ങൾ എല്ലാം തന്നെ ഭൂട്ടാൻ വഴി അനധികൃതമായി കടത്തിയതാണെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ മാത്രം 150-നും 200-നും ഇടയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിയെന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പും ഈ അന്വേഷണത്തിൽ കസ്റ്റംസിനൊപ്പം ചേർന്നു. ഇതിനൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളം കേന്ദ്രീകരിച്ചും സമാനമായ രീതിയിലുള്ള ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു. ഒരു ഹൈ എൻഡ് വണ്ടികൾ അത് സെക്കൻഡ് ഹാൻഡായി ഇമ്പോർട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അത്തരത്തിൽ സെക്കൻഡ് ഹാൻഡ്, അതായത് ഉപയോഗിച്ച വണ്ടികളായി ആഡംബര വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നിയമവിരുദ്ധമായി കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കുറ്റം. കുറഞ്ഞത് ഒരു 15ഓ 20ഓ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെങ്കിലും അല്ലെങ്കിൽ വകുപ്പുകളെങ്കിലും ഇതിനകത്ത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നികുതി വെട്ടിപ്പ്, അതുപോലെ തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കൽ തുടങ്ങി 15ഓളം കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇവർക്കെതിരെ ചുമത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനങ്ങൾ കസ്റ്റംസ് ഓഫീസുകളിലേക്ക് മാറ്റുന്ന ഒരു ജോലി കൂടി ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ കപ്പൽപ്പള്ളിക്ക് സമീപമുള്ള കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലേക്ക് ഏതാനും വാഹനങ്ങൾ ഇതിനകം തന്നെ എത്തിച്ചു കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ കഴിയും. പ്രധാനപ്പെട്ട കസ്റ്റംസ് വെളിപ്പെടുത്താത്ത ചില വീടുകളിൽ കൂടി ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പലരും മുങ്ങിക്കളയും എന്ന ഒരു മുൻവിധി ഇപ്പോൾ കസ്റ്റംസിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും വെളിപ്പെടുത്താനാവില്ല എന്നാണ് മുതിർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അല്പം മുമ്പ് മീഡിയ വണ്ണിനോട് പറഞ്ഞത്. എന്തായാലും
ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ വളരെ ആക്റ്റീവായിട്ടുള്ള സപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു റെയ്ഡ് സമയബന്ധിതമായി നടത്താൻ കഴിഞ്ഞത് എന്നുകൂടി അവർ പറയുന്നത്. പിടിച്ചെടുത്ത എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കസ്റ്റംസ് ഓഫീസിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാനും വാഹനങ്ങൾ ഇതിനകം തന്നെ കസ്റ്റംസിന്റെ ഓഫീസുകളിലെത്തി. സംസ്ഥാന വ്യാപകമായി ഈ അർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് കസ്റ്റംസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. കണ്ടെടുത്ത വാഹനങ്ങൾ ഏതുതരം വാഹനങ്ങളാണ് ഷുക്കൂർ? ഇതിന്റെ വിശദാംശങ്ങൾ അവർ അറിയിച്ചിട്ടില്ല. അത് നേരിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ കഴിയുള്ളൂ. വൈകുന്നേരം 6:00 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച ഒരു ബ്രീഫിംഗ് മാധ്യമങ്ങൾക്ക് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും സംസ്ഥാന വ്യാപകമായ പരിശോധന തുടരുകയാണ്. ഭൂട്ടാനിൽ നിന്നും മറ്റും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ തിരിവടയ്ക്കാതെ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം വഴി കസ്റ്റംസിനും റവന്യൂ ഇന്റലിജൻസിനും ലഭിച്ചിട്ടുള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്.